ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുത്താലോ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, അതേപോലെ ഇതിൻ്റെ അരുഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നല്ല രുചിയോട് കൂടിയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല ആരെടുത്ത നല്ല രുചിയുണ്ട് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. നെയ്യപ്പം കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ 3 എണ്ണം വരെയൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു അടിപൊളി നെയ്യപ്പമാണ് കേട്ടോ. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാവൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രുചിയോട് കൂടിയ ഈ നെയ്യപ്പം ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ പച്ചരിയാണ് കേട്ടോ, ഒരു 4 മണിക്കൂർ പച്ചരി, 2 കപ്പ് പച്ചരി കുതിർത്താനിടുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂണ് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പാണ് വെച്ചാൽ 1 ടേബിൾ സ്പൂണ്, അങ്ങനെ 2 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം കുതിർന്ന് വന്നതിൻ്റെ ശേഷം ഞാനൊരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്താനായി എടുക്കാം. അപ്പോൾ ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്കിത് ചെറുതായി ചൂടാറി കിട്ടണം. നല്ല തിളച്ച ചൂട് കൊടുക്കാനല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതാ അരി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരി ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് 2 ഏലയ്ക്കും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് അരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒഴിക്കുമ്പോൾ 1 കപ്പ് ഒഴിക്കണ്ട കേട്ടോ, ഒരു 3/4 കപ്പ് ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി. കുഴപ്പമില്ല, 1 കപ്പ് ഒഴിച്ചാലും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 കപ്പ് റവയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ റവയിലേക്ക് നമ്മൾ ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത്. അപ്പോൾ ശർക്കര ഒന്ന് നല്ല ചൂടില്ല, ഇന്ന ചൂടുണ്ടേനും അങ്ങനെ കണക്കിനെടുക്കണം കേട്ടോ. നല്ല തിളച്ച ചൂട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് വെച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ റവയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒപ്പം തന്നെ ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടുണ്ടല്ലോ, ഇനി കട്ടകളൊന്നും പിടിക്കേണ്ട. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി കുറച്ച് ലൂസിലാണ് കേട്ടോ ഇരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ്, ഇത്ര ലൂസിലല്ല നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കോളം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ റവയ്ക്ക് ഒന്ന് കുതിർന്ന് വന്ന് സെറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുമ്പോഴാണ് ഇവിടെ അടച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കട്ടെ, തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നെയ്യുമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചധികം തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി ഇത് ഓഫാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മളെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടാറണ്ട, അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിതിൽ കുറച്ച് ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കറക്റ്റ് ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി അരച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്പളക്കപ്പള ഉണ്ടാക്കിയെടുക്കുന്നത് കാരണമാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മൈദ ഈ ഒരു മാവ് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ കലക്കി എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിത് വെള്ളം ഏറിപ്പോവും വേണ്ട, കട്ട കെട്ടാണ്ട് കലക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നേരിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട കെട്ടാണ്ട് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ബാറ്ററി ഇത്ര ലൂസിലാണ് കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. കൂടുതൽ ടൈറ്റും പാടില്ല, കൂടുതൽ ലൂസും പാടില്ല കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഒന്നും എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഇത്രയും ഇതിൽ തന്നെ വറുത്തെടുക്കാം. ഇനി ഓരോ തവി ഇതുപോലെ ഒഴിച്ചെടുക്കുക. നന്നായി ചൂടായതിൻ്റെ ശേഷം
എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടൂല, പുറം ഭാഗം വെന്തും പോകും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചട്ടി നിറയൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ തൂവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന എണ്ണ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ നടുഭാഗം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം പൊന്തി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടുത്ത ഭാഗവും നമുക്ക് നല്ലോണം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഇതാ രണ്ട് പുറം ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഗുണ്ടുമണിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. നല്ല അരുഭാഗമൊക്കെ നല്ല ക്രിസ്പിയോടെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നടുഭാഗം നല്ലോണം പൊള്ളച്ച് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി വെച്ച് അരുഭാഗമൊക്കെ നല്ല മുരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ആ മുരിഞ്ഞ നെയ്യപ്പം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര മുരിപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ മുരിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുരിപ്പിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊന്നും കുടിക്കണില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ. എന്നാൽ നമുക്ക് അത്യാവശ്യം എണ്ണ വേണേനു കേട്ടോ. നല്ലോണം കുടിക്കാണ്ടൊന്നും ഇരിക്കൂല, എന്നാലും അങ്ങനെ കുടിക്കൂല കേട്ടോ. ചില നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിച്ചിട്ട് നമുക്ക് ഇടങ്ങേറാവും, അങ്ങനെ ആവില്ല. അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.